പുട്ടിന് നനയ്ക്കുന്ന പോലെ ആക്കിയതിന് ശേഷം നമ്മുടെ വിത്ത് ഉണ്ടല്ലോ, ചീര വിത്ത് ഇതിലോട്ട് ഇടുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കക്ക ഇട്ടിട്ടുള്ള മണ്ണ് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇലേമ ഇതേപോലെ ഡിസൈനുള്ള മയിൽപേലി ചീര, ഇങ്ങനെ പലതരം ചീരകളുണ്ട്. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. ഒത്തിരി പേരെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, എന്താണ്, ചീര നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ അല്ലേ. അപ്പൊ എല്ലാ സമയത്തും എല്ലാ കാലാവസ്ഥയിലും യാതൊരു കീടബാധയില്ലാതെ നമുക്ക് ചീര എങ്ങനെ നട്ടു വളർത്താം. അതായത് എല്ലാവരും പ്രശ്നം പറയണത് എന്താന്ന് വെച്ചാല്, ചീര പാകുന്നത് കറക്റ്റ് ആകുന്നില്ല, എല്ലാം കിളിച്ചു വരുന്നില്ല, എല്ലാം നല്ല കരുത്തോടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചീര നട്ട് പരിപാലിച്ച് നമുക്ക് ഇതുപോലെ വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒത്തിരി അധികം ചീരകൾ ഉണ്ടല്ലേ. പണ്ട് നമ്മുടെ അടുത്തൊക്കെ ഇതേപോലെ ചുമപ്പ് ചീര, പച്ച ചീര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ദേ തണ്ട് വെള്ള കളറുള്ള പാൽച്ചീര, പിന്നെ ദേ തണ്ട് പിങ്ക് കളറുള്ള സുന്ദരി ചീര, പൊന്നാങ്കണ്ണി ചീര. പിന്നെ പൊന്നാങ്കണ്ണി ചീര നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണിന് ഭയങ്കര നല്ലതാണല്ലോ അല്ലെ. അതുപോലെ തന്നെ ഇലേമ ഇതേപോലെ ഡിസൈനുള്ള മയിൽപേലി ചീര, ഇങ്ങനെ പലതരം ചീരകളുണ്ട്. ഏത് ചീര ആയിക്കോട്ടെ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കീടബാധയും ഇല്ലാതെ എല്ലാം നല്ല രീതിക്ക് നമുക്ക് പരിപാലിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് മണ്ണ് മിക്സ് ചെയ്യണത്. പക്ഷെ ചീര കൃഷിക്കായിട്ട് നമ്മൾ മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, നല്ല ഒലർന്ന മണ്ണ്, അതായത് കട്ടയും കല്ലൊന്നും ഇല്ലാത്ത മണ്ണ് വേണം നമ്മൾ അതിനായിട്ട് എടുക്കുക. അതൊന്ന് ശ്രദ്ധിക്കുക. ആ വിത്ത് പാകുമ്പോൾ മാത്രം, ബാക്കിയുള്ളതിന് നമുക്ക് പ്രശ്നമില്ല. ആ വിത്ത് പാകുന്ന സമയത്ത് നമ്മൾ ഈ കട്ടയും കല്ലൊന്നും ഇല്ലാത്ത മണ്ണെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല കരുത്തായിട്ട് വളരാനായിട്ട് നമ്മുടെ അടുത്ത് ആട്ടിൻ കാഷ്ടം പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ ചാണകപ്പൊടി. ഇപ്പൊ ആട്ടിൻ കാഷ്ടപ്പൊടിയും ചാണകപ്പൊടിക്കും സെയിം വില തന്നെയാണ്. അതിന് വില വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇതിന് ചാണകത്തിനേക്കാളും ഗുണം കൂടുതലുണ്ട് ആട്ടിൻ കാഷ്ടത്തിന്. അപ്പൊ ഈ ചീരയ്ക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ആട്ടിൻ കാഷ്ടം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇതേപോലെ പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം കേട്ടോ, നല്ല നല്ല പൊടിയായിട്ടുള്ള ആട്ടിൻ കാഷ്ടം, അതുപോലെ പൊടിയായിട്ടുള്ള ചാണകവും നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമുക്കറിയാം, നമ്മൾ ഡോളോമേറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കക്ക ഇട്ടിട്ടുള്ള മണ്ണ്, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ മണ്ണ് എടുത്തു, ആ മണ്ണിന്റെ തന്നെ അളവിലാണ് നമ്മൾ അതേ നമ്മുടെ ആട്ടിൻ കാഷ്ടവും ചാണകപ്പൊടിയും നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഒന്നെങ്കിൽ പെർലൈറ്റ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉമി ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഉമി ചേർത്ത് കഴിഞ്ഞാൽ ആ മണ്ണിൽ ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ ഇതിൽ മണ്ണിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ അത് ഇടുക. പിന്നെ റോക്ക് ഫോസ്ഫേറ്റ് ഇടുക. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണ് ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ നമ്മൾ ചീര പാകാനായിട്ട് എല്ലാ വളങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാമിടുന്നത് വളരെ നല്ലതാണ്. കാരണം ചീര വിത്ത് നല്ല കരുത്തായിട്ട്, എല്ലാതും ഒരുപോലെ തന്നെ നല്ല കരുത്തായിട്ട് വളരാനായിട്ട് നമുക്ക് വാമ് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അതിൽ ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ അത്ര വിലയൊന്നും വരുന്നില്ല വാമിന്. അപ്പം നിങ്ങളുടെ അടുത്തുനിന്ന് എവിടുന്നാണ് വാമ് കിട്ടുകയെന്ന് വെച്ചാൽ അത് വാങ്ങാം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്ര വില കുറവില്ല. പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ വാമിൽ പെർലറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ മണ്ണ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് വാമെടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. മണ്ണ് മിക്സ് ചെയ്തെല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ്, അതായത് വിത്ത് നടുന്നതിന്, അതായത് വിത്ത് ഈ വാമിൻ്റെ മുകളിലായിരിക്കണം ആവേണ്ടത്. അപ്പം മണ്ണ് വളങ്ങൾ എല്ലാം ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൽ കുറച്ച് വാമ അങ്ങ് തൂക്കി കൊടുക്കുക. എന്നിട്ട് അതിലാണ് നമ്മൾ വിത്ത് പാകേണ്ടത്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, വിത്ത് പാകി എല്ലാം കിളിക്കുന്നില്ല, മാത്രമല്ല ഉറുമ്പ് കൊണ്ടുപോകുന്നു, ഇങ്ങനെയുള്ള കുറേ പ്രശ്നം അല്ലേ. അപ്പോൾ അതിന് പരിഹാരം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെയ്യാം. പക്ഷെ അതിനേക്കാളും നല്ലത് എന്താണ്, സ്യൂഡോമോണസിൽ മുക്കിയിട്ട് ചെയ്യണത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് അതാണ് നമ്മളിത് റിക്വസ്റ്റും വീഡിയോ ആയിട്ട് വന്നിരുന്നത്. സ്യൂഡോമോണസിൽ എങ്ങനെയാണ് വിത്ത് ആക്കുക എന്നുള്ളത് അറിയില്ല. അപ്പം
നമുക്ക് ആദ്യം തന്നെ അതൊന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മണ്ണൊക്കെ ഉരുക്കി വാമൊക്കെ ഇട്ട് കറക്റ്റാക്കി മാറ്റി വെക്കണം. അപ്പൊ ഇത് നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. അതിന് ശേഷമാണ് അപ്പൊ എന്താ ഒന്ന് അത് സെറ്റ് ആവാനുള്ള ഒരു ടൈമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്യൂഡോമോണസിൽ വിത്ത് പാകുക എന്നുള്ളത് അറിയാം. അപ്പം നമ്മൾ അതിന് സ്യൂഡോമോണസിന് ഇത്ര അളവ് എന്നില്ല, നമ്മുടെ വിത്തിന് ആവശ്യമുള്ള അളവ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് സ്യൂഡോമോണസ് എടുത്തിട്ടുണ്ട്. നമ്മളിതേ കുറച്ച് വിത്ത് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് സ്വല്പം വെള്ളം, ഒരുപാട് വെള്ളം പാടില്ല, സ്വല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവ്, നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന ഒരു പാകത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ഒരുപാട് വെള്ളം പാടില്ല, ഇത് ജസ്റ്റ് ഒന്ന് പുട്ടിന് നനയ്ക്കുന്ന പോലെ മാത്രമാണ് നമ്മൾ ഇതിലാക്കാനായിട്ട് പാടുള്ളൂ. കണ്ടു, ഇതുപോലെ നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ ആക്കിയതിന് ശേഷം നമ്മുടെ വിത്ത് ഉണ്ടല്ലോ, ചീര വിത്ത് ഇതിലോട്ട് ഇടുക. ചീര വിത്ത് ഇട്ടിട്ട് നമ്മളിതേ ഇതും കൂടെ മിക്സ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സ്യൂഡോമോണസിൽ ശരിയായ രീതിയിൽ ചീര വിത്ത് മിക്സ് ചെയ്തിട്ട് പാകേണ്ടത്. ഇപ്പൊ ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ ശരിക്കും അത് നല്ല രീതിക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ കണ്ടാലറിയാം. ഇതായിരുന്നു എല്ലാവരുടെ സംശയം. അപ്പോൾ ഈ ഒരു സംശയം മാറിയല്ലോ അല്ലെ. ഇങ്ങനെ നമ്മൾ നടുന്ന സമയത്ത് ഒരൊറ്റ വിത്ത് പോലും കേടായി പോവില്ല എന്ന് മാത്രമല്ല, നല്ല കരുത്തായിട്ട് വളരുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഒരു 2-3 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആക്കുക. ഈ സ്യൂഡോമോണസ് നമുക്ക് ഇതിലിടുന്നത് വളരെ നല്ലതാണ്. അപ്പൊ കണ്ടല്ലോ അല്ലേ എല്ലാവരും, ഈ ഒരു രീതിക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒത്തിരി പേരുടെ സംശയമായിരുന്നു എങ്ങനെയാണ് സ്യൂഡോമോണസിൽ കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ആക്കി. ഇനി നമ്മൾ മണ്ണ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ, വാമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ ചീരവിത്ത് ഇങ്ങനെ പാകും. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോൾ എന്തൊരു ഈസിയാന്ന് നോക്കൂ. നമുക്ക് സ്യൂഡോമോണസും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പാകാനായിട്ട് പറ്റും. മറ്റേത് ചീരവിത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് നമുക്ക് അങ്ങനെ കറക്റ്റ് ആക്കാനായിട്ട് പറ്റാറില്ല. അപ്പൊ ഇതിൽ ഇങ്ങനെ ആവണ സമയത്ത് സ്യൂഡോമോണസും ആയി, പിന്നെ വിത്തുമായി, ഇതിലൊന്നും കൊണ്ടുപോവില്ല, എല്ലാം തന്നെ നന്നായിട്ട് കിളിച്ച് കിട്ടും. കണ്ടോ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരിക്കലും കപ്പ് കൊണ്ട് കുത്തി ഒഴിക്കരുത്. പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പതിയെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പതിയെ സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും കുത്തി ഒഴിക്കാനായിട്ട് പാടില്ല. എന്നിട്ട് 2 ദിവസം നമ്മൾ ശക്തിയായിട്ട് വെയിലും മഴയും കൊള്ളാത്ത സ്ഥലത്ത് മാറ്റി വയ്ക്കുക. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും എല്ലാം കിളിച്ച് നല്ല ഉഷാറായിട്ടുണ്ടാവും. നമുക്ക് 2 ആഴ്ചക്കുള്ളിലൊക്കെ പറിച്ച് നടാൻ പ്രായമായിട്ടുണ്ടാവും. പിന്നീട് 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇത് വളർന്ന് ഒത്തിരി പ്രായം, അതായത് ഇപ്പം ഈ ഒരു പ്രായമായതിന് ശേഷം മാത്രമാണ് നമ്മൾ പറിച്ച് നടാൻ പറ്റില്ല. ഇത് നമ്മൾ ട്രയലാക്കിയതാണ്. അപ്പോൾ ട്രയൽ വേണമെങ്കിലും ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ ട്രയൽ ഈ വളങ്ങളൊക്കെ മിക്സ് ചെയ്യുക, എന്നിട്ട് വിത്ത് പാകുക, അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പം എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ട്രേ ഉണ്ടാവില്ല. ഈ ട്രേയുടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ മൊത്തത്തിൽ ആക്കുന്ന രീതി കാണിച്ചത്. ഇപ്പം മണ്ണിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വിത്ത് പാകാം. അല്ലെങ്കിൽ ട്രേ എടുത്തിട്ട് ആ ട്രേയിൽ നിങ്ങൾ ഇത് പോട്ടിങ് നിറച്ച് അതിൽ വിത്ത് പാകി ഇതേപോലെ തന്നെ സ്പ്രെയർ കൊണ്ടൊക്കെ ഒന്ന് വെള്ളമാക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ പറിച്ചു മാറ്റി നടേണ്ടത്. അപ്പോൾ പറിച്ചു മാറ്റി നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് അതിൽ നല്ല വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും. പിന്നെ പച്ചച്ചാണകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ചീര കൃഷി ചെയ്തവരുണ്ടാവും കുറേ പേര്. അവർക്കുള്ള ഒരു പ്രശ്നം പറയണത് ഇതിൽ ഇലപ്പുള്ളി രോഗം വരണത്. അതായത് ചീരയുടെ അടിയിലൊക്കെ, ഇപ്പം നമ്മുടെ ചീരയ്ക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, കുത്തൊക്കെ വരിക എന്നുള്ളത്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ചീരയുടെ ഇലയമയ്ക്ക് ആവാനായിട്ട് പാടില്ല. ചീര ചുവട്ടിൽ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലോട്ട് വെള്ളം വരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു കാരണവശാലും
സ്യൂഡോമോണസോ വേപ്പിൻ പിണ്ണാക്കോ അല്ലാന്നുണ്ടെങ്കിൽ നീം ഓയിലോ ഒന്നും കൊടുക്കരുത്. ഒരിക്കലും നമ്മൾ ഇലക്കറികളിലേക്ക് ഇതൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളം എടുക്കുക. ആ 1 ലിറ്റർ വെള്ളത്തിലോട്ട് ചെറിയ കഷ്ണം കായം, നമ്മുടെ സാമ്പാറിനൊക്കെ ഇടില്ലേ, അത് തന്നെ ആ കായം ഇട്ട് നന്നായിട്ട് അലിയിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അത് 1/2 ടീസ്പൂൺ ഇടുക. 1/4 ടീസ്പൂൺ അപ്പക്കാരം, അതായത് ബേക്കിംഗ് സോഡ, അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചീരയ്ക്ക് ഒന്ന് അടിച്ചു കൊടുത്തു നോക്കൂ. അതിൻ്റെ എല്ലാ പ്രശ്നത്തിനുള്ള പുഴുക്കേട് എല്ലാത്തിനുള്ള പരിഹാരമാണ്. ഇപ്പോൾ കുറേ പേർക്ക് പുഴുക്കേടിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു, വെള്ളക്കുത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. ഇതൊക്കെ ഇതുകൊണ്ട് മാറും. 2 or 3 പ്രാവശ്യം നമുക്ക് അടുപ്പിച്ച് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചീര നടുന്നത് അതിൻ്റെ എന്താ പറയുക, ആ ഒരു പ്രശ്നത്തിൽ ഇപ്പം നട്ട് കഴിഞ്ഞവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അതിനുള്ള പരിഹാരമായല്ലോ അല്ലേ. ഒത്തിരി പേർക്കുണ്ടല്ലോ ഒരുപാട് സംശയം ഉണ്ടല്ലേ. അത് നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മൾ പറയും പഠിക്കണ കാലത്ത് പഠിക്കണ കുട്ടികൾക്ക് എപ്പോഴും, അപ്പം നമ്മൾ ചെയ്യുന്നവർക്ക് എപ്പോഴും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറെ പേര് ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിലുള്ളവർക്ക് ഓൾറെഡി നമുക്ക് കൊടുക്കാം, അതല്ലാത്തവരും ഉണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് ചിലത് കാണിച്ചു കൊടുത്തോണ്ട് വേണം ചെയ്യാനായിട്ട്. കമന്റിന് അവിടെ ഒരു വാക്കിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നിങ്ങൾക്കുള്ള മറുപടി ഇപ്പൊ നമ്മൾ ഇന്ന് ഇടുന്ന വീഡിയോന്റെ മറുപടി, അതായത് ഇപ്പം നമ്മൾ ശനിയാഴ്ചയും അതുപോലെ തന്നെ ബുധനാഴ്ചയാണ് നമ്മുടെ വീഡിയോ വരുന്നത്. അതെല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പൊ ബുധനും ശനിയാണ് നമ്മുടെ PRSന്റെ വീഡിയോ വരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ അതിന്റെ ഉത്തരമായിട്ടാവും നമ്മൾ വരിക. അപ്പൊ അത് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞും കാണിച്ചും തരുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഒരു മടിയും കൂടാതെ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.